എല്ലാവർക്കും നമസ്കാരം. നാളെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ്, ഏകാദശിയാണ്. വളരെ വിശേഷം നിറഞ്ഞ ദിവസമാണ് നാളെ. രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അമ്പലത്തിൽ പോയി തൊഴുത് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക. നാരായണനാമം എത്രമാത്രം ജപിക്കാൻ പറ്റുമോ അത്രയും നാരായണനാമം ജപിക്കുക. നമുക്ക് നാരായണനാമം ജപിക്കാൻ പ്രത്യേകിച്ച് സമയവും മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കേണ്ടതില്ല എന്നാണ് പറയാറ്. അപ്പോൾ എത്രയൊക്കെ ജപിക്കാൻ സാധിക്കണോ അത്രയും ജപിക്കുക. ഏകാദശി നോൽക്കുന്നത് വളരെ വിശേഷമാണല്ലോ. മിക്കവാറും എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഏകാദശിയൊക്കെ എങ്ങനെയാണ് നോൽക്കുക എന്നുള്ളത്. നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് അതുപോലെ എല്ലാവരും നോൽക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാളത്തെ ഒരു ദിവസം മുഴുവനായിട്ട് ചിലവാക്കുക. എത്ര സമയം നമുക്ക് ഒരു ദിവസത്തിൽ എത്ര സമയം ഭഗവാനെ സ്മരിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ അത്രയും സമയം നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്ന നിരവധി ആളുകളുണ്ടാവും. വളരെ വിശേഷമാണ് നാളത്തെ ഒരു ദിവസം ഈ ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട്, ലക്ഷ്മി കുബേര പൂജ ചെയ്യാനായിട്ട് വളരെ വിശേഷമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ മുടങ്ങാതെ 21 വെള്ളിയാഴ്ചകൾ ഒന്ന് ചെയ്തു നോക്കൂ. വളരെ വിശേഷമാണ്. ഈ ലക്ഷ്മി പൂജ ചെയ്തു നോക്കൂ. നമ്മുടെ ആ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്കതൊക്കെ മാറി നമുക്ക് തന്നെ മനസ്സിലാവും നമുക്കൊരു മാറ്റം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിൽ ഭക്തിയോട് കൂടിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നമ്മൾ ഈ പൂജകൾ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് അതും കൂടി ചെയ്യണം. നമ്മൾ പൂജ മാത്രം എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്താണോ അത് അത്രയും ഭംഗിയായിട്ട് അതും കൂടി ചെയ്യണം. എന്നാൽ തീർച്ചയായിട്ടും നമുക്കിതിനൊക്കെയുള്ള ഫലം കിട്ടും എന്നുള്ളതിന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ വളരെ വിശേഷമായിട്ടുള്ള ഈ ദിവസം വളരെ ഭംഗിയായിട്ട് എല്ലാവരെ കൊണ്ടും അതിൻ്റേതായ രീതിയിലൊക്കെ ആചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ്. ഗണപതിക്ക് വളരെ വിശേഷമാണ്. അപ്പോൾ എല്ലായിടത്തും ഗണപതി ഭഗവാൻ എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവുമല്ലേ. ഭഗവാനെ പോയി പ്രാർത്ഥിച്ച് പറ്റുകയാണെങ്കിൽ കറകമാല ചാർത്താൻ സാധിക്കുന്നവർ ചാർത്തി. ഇപ്പോൾ കറകയൊക്കെ അത്ര സുലഭമായിട്ട് കിട്ടുമോ എന്നറിയില്ല, അത്രയും ചൂടായത് കാരണം. അല്ലെങ്കിൽ മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്യാൻ സാധിക്കുന്നവർ ഇതും പറഞ്ഞ മാതിരി നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളല്ല എങ്കിലും നമ്മളെ കൊണ്ട് പോയി തൊഴാൻ നമ്മൾക്ക് സാധിക്കുമെങ്കിൽ തൊഴുത് പ്രാർത്ഥിക്കുക. നമുക്ക് പുഷ്പാഞ്ജലിയോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ വഴിപാടുകളൊക്കെ നമുക്ക് ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക. വളരെ വിശേഷമാണ് നാളെ. രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്യാം. അതുപോലെ ഈ പൂജ ചെയ്യുന്ന കാര്യങ്ങളും അതെ, നമ്മളിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ചകൾ ചെയ്യുന്ന ലക്ഷ്മി പൂജകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലെങ്കിൽ രാവിലെ ചെയ്യാം. നമുക്ക് എപ്പോഴാണോ സമയം, രാവിലെ ആണെങ്കിൽ രാവിലെ തന്നെ ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയും ചെയ്യുന്നവരാണെങ്കിൽ ഒരേ സമയം ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ചെയ്യാന്നുണ്ടെങ്കിൽ വൈകുന്നേരം എല്ലാ വെള്ളിയാഴ്ചകളും വൈകുന്നേരമായിട്ട് ചെയ്യാം. അതുമാതിരി തന്നെ വളരെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുപ്പട്ട് വെള്ളിയാഴ്ച നമ്മളെ കുടുംബത്തിലേക്ക് നല്ലെണ്ണ വാങ്ങുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ ശർക്കര വാങ്ങുന്നത് വളരെ വിശേഷമാണ്. കല്ലുപ്പ് വാങ്ങുന്നത് വളരെ വിശേഷമാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങുന്ന ആൾക്കാർ നാളത്തെ ദിവസം നോക്കി വാങ്ങുക വളരെ നല്ലതാണ്. വീട്ടിലേക്ക് ഐശ്വര്യം വരുമെന്നാണ് പറയാറ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയാറുള്ളത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നാളെ ഭഗവതിക്ക് നമ്മൾ ശർക്കര സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. നമ്മൾ എന്തെങ്കിലും കാര്യം പ്രാർത്ഥിച്ചിട്ട് ഭഗവതിക്ക് ശർക്കര കൊണ്ട് സമർപ്പിക്കുക എന്നുള്ളത് അതും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ ആളുകൾ ഓരോ സാധനങ്ങൾ സമർപ്പിക്കാറുണ്ടല്ലോ. കൂട്ടത്തിൽ നമുക്ക് ശർക്കര സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കൂ. വളരെ വിശേഷമാണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടും. അത്രയും അമ്മ നമ്മളിൽ അലിവുള്ള ഒരാളാണ് അമ്മ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം കൊണ്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതും കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്തു നോക്കൂ. വളരെ വിശേഷമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാം നമുക്ക് ആചരിക്കാൻ സാധിച്ചില്ലെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ തീർച്ചയായിട്ടും ഏകാദശിയൊക്കെ നോൽക്കുന്ന ആൾക്കാർ മുടങ്ങാതെ നോൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും എല്ലാവർക്കും അമ്പലത്തിലൊന്നും എന്നും പോവാൻ സാധിച്ചു എന്ന് വരില്ല. എങ്കിൽ പോലും ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് അമ്പലത്തിൽ പോകാനും അതിനൊക്കെ നമ്മൾ ഒരിത്തിരി സമയം കണ്ടെത്തി പോവുക എന്നുള്ളത് നമ്മുടെ അത് കുടുംബത്തിനൊരു ഐശ്വര്യമാണ്. നമ്മുടെ വരും തലമുറയ്ക്കൊരു ഐശ്വര്യമാണ്. നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വരുന്ന കുട്ടികൾ അതുപോലെയൊക്കെ എന്താണോ നമ്മുടെ ഈ സനാതനധർമ്മം എന്താണെന്ന് ആ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളാണ് അതിന് അവർക്കും കൂടി ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആളുകൾ നമ്മളും കൂടിയാണ്. അപ്പോൾ പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പോയിട്ട് ഇതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ വിളക്ക് കൊളുത്തിയാൽ നമ്മളിതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ
കുലദൈവത്തെ പ്രാർത്ഥിക്കുക, നമ്മുടെ ദേശാധിപനായിട്ടുള്ള ഭഗവാൻ ആരാണോ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ട ദൈവങ്ങളെല്ലാവരെയും പ്രാർത്ഥിക്കുക. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ ജപിക്കേണ്ട നാമം എന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെ നാമം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മഹാലക്ഷ്മി പൂജ രാവിലെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, സമയമുള്ളവരാണെങ്കിൽ ശ്രീം നമ എന്ന് നമുക്ക് രാവിലെ 108 തവണ ജപിക്കാവുന്നതാണ്. വളരെ ചെറിയ നാമമാണ്. ശ്രീം നമ എന്ന് മാത്രം ജപിച്ചാൽ മതി. 108 തവണ വളരെ പെട്ടെന്ന് തന്നെ ജപിച്ച് തീരും. ഇനി വൈകുന്നേരമാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വൈകുന്നേരം ഈ പറഞ്ഞ മാതിരി കനകധാര സ്തോത്രം ജപിക്കാം, അതുപോലെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാം, അതുപോലെ ലളിതാ സഹസ്രനാമം, ദേവീ മഹാത്മ്യം, ഇതൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. ദേവീ സ്തോത്രങ്ങൾ, പല ദേവീ സ്തോത്രങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. നമ്മൾക്ക് എത്രമാത്രം ഇതൊക്കെ ജപിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും ഇതൊക്കെ ജപിക്കുക. ജപം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വലിയ കാര്യം. ജപം തന്നെയാണ് നമ്മുടെ ഈ കലികാലത്തിൽ നമ്മളുടെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ നമുക്കൊരു അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജപം തന്നെയാണ്. നമുക്ക് നാമം ജപിക്കാൻ എത്രമാത്രം സാധിക്കുന്നു അത്രയും നാമം ജപിക്കുക. ഇനി ഈ പറഞ്ഞ മാതിരി ഇതൊന്നും സ്തോത്രങ്ങളോ ഇതൊന്നും ജപിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ നമുക്ക് അമ്മേ നാരായണ ജപിക്കാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. എത്ര തവണ വേണമെങ്കിലും നമുക്കത് ജപിച്ചുകൊണ്ടേയിരിക്കാം. മനസ്സിൽ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. നല്ലൊരു ദിവസമാണ്. എല്ലാവർക്കും അവനവൻ വിചാരിച്ച ഓരോ കാര്യങ്ങളും എല്ലാവർക്കും നടന്നു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ, എല്ലാവർക്കും അവരവൻ്റെ ഇഷ്ടങ്ങളൊക്കെ നടന്നു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.